സമ്പന്നമായ പാരമ്പര്യങ്ങൾക്ക് പേരുകേട്ട പ്രദേശമാണ് തുളുനാട്. ചരിത്രപരമായി ഉത്തരകന്നഡയിലെ ഗംഗാവലി നദിക്കും കാസർഗോഡ് ചന്ദ്രഗിരി നദിക്കും ഇടയിലുള്ള പ്രദേശമാണ് തുളുനാട് എന്നറിയപ്പെടുന്നത്. ദ്രാവിഡ ഭാഷയായ തുളു സംസാരിക്കുന്ന ജനതയാണ് ഈ പ്രദേശത്തെ മുൻനിരക്കാർ. തുളുദേശത്ത് കർക്കിടക മാസത്തിൽ കെട്ടിയാടുന്ന ഒരു തെയ്യമാണ് ആട്ടികളിഞ്ച. തുളു കലണ്ടർ അനുസരിച്ച് ആട്ടിമാസമാണ് ഈ കോലം കെട്ടി ഭവന സന്ദർശനം നടത്തുന്നത്. തുളുനാട്ടിലെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ കൃഷിയുടെ പ്രാധാന്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പഞ്ഞമാസമായ ആടിമാസത്തിൽ ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും അനുഗ്രഹിക്കുന്നതിനായി പ്രകൃതിയുടെ മാതാവായ കലഞ്ച ഭൂമിയിലേക്കിറങ്ങുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഈ വിശ്വാസം തന്നെയാണ് ആട്ടിഗലഞ്ച എന്ന തെയ്യത്തിനു പിന്നിലുള്ള ഇതിവൃത്തം. കുടുംബത്തിനും കന്നുകാലികൾക്കും സംഭവിച്ചേക്കാവുന്ന എല്ലാ ദുരിതങ്ങളും അകറ്റാൻ ഈ തെയ്യക്കോലം വീടുകൾ സന്ദർശിച്ച് കരിയും മഞ്ഞൾപ്പൊടിയും പുളിയും കലക്കിയ വെള്ളം തളിച്ച് തോറ്റം പാടി ആടുകയാണ് ചെയ്യുന്നത്. വടക്കൻ കേരളത്തിൽ കാഞ്ഞങ്ങാടിനപ്പുറം നളിക്കതായർ എന്ന സമുദായക്കാരാണ് ഈ തെയ്യം കെട്ടി ഗൃഹസന്ദർശനം നടത്തുന്നത്. ഈ തുളുനാട്ടിൽ തെയ്യമായിട്ട് ആദ്യമായിട്ട് വന്നതെന്ന് സങ്കല്പിക്കാം. പറഞ്ഞാൽ ആ സമയത്ത് തുളുനാട് പറഞ്ഞാൽ മറ്റേ ചന്ദ്രഗിരിന്ന് പോയാണ് ഈടം വരെ നമ്മളെ ബാർക്കൂർ എന്ന സ്ഥലത്ത് വരെ തുളുനാടിൻ്റെ പ്രദേശത്ത് വരണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ തുളുനാട് എന്ന സ്ഥലം. ആ സമയത്ത് തുളുനാടിൽ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഈ രോഗങ്ങൾ പറഞ്ഞാൽ ഈ രോഗങ്ങളായിരിക്കും, പിന്നെ മാരി ഇങ്ങനെ വരും, ആദ്യം വ്യാധി ഇങ്ങനെ വന്നതായ സമയത്ത് ഈ ഞങ്ങളെ സമുദായക്കാർ മരിക്കതായ സമുദായക്കാർ എന്ന സമുദായക്കാർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയോട് തന്നെ ഗളിഞ്ചൻ തെയ്യമായിട്ട് വരുന്നു. അപ്പോൾ ഗളിഞ്ചൻ തെയ്യന് ഞങ്ങൾ തന്നെ കെട്ടി പാടിക്കൊള്ളിക്കണം. പറഞ്ഞാൽ ബാക്കി തെയ്യങ്ങളെല്ലാം ഒരു തറവാട്ട് വീട്ടിലോ അല്ലെങ്കിൽ ഒരു ദൈവസ്ഥാനത്തോ ഒരു അമ്പലത്തിലോ കെട്ടിയാടുന്നു. ഈ ഗളിഞ്ചൻ തെയ്യം പറഞ്ഞാൽ ഞങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് രാവിലെ കുടിച്ചിട്ട് തെയ്യത്തിൻ്റെ തന്നെ അറുതളം അറിയും ആ മണ്ണ് ഉപയോഗിച്ചിട്ട് തെയ്യത്തിന് അരഞ്ഞാട്ടുവരലുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള ആഭരണങ്ങളും പിന്നെ തിരിയിൽ ഒരു മോഡൽ എന്ന സാധനം ആക്കാനുണ്ട്. എന്ന് ഇത് കെട്ടിക്കൊണ്ട് ഒരു ക്ഷേത്രത്തിന് പോകും. ആദ്യമായിട്ടില്ല ആടെ ഒരു ഗ്രാമത്തിലെ പ്രധാന ക്ഷേത്രത്തിൽ പോകും. ക്ഷേത്രത്തിൽ നിന്ന് അവിടെ ഗജ്ജ കെട്ടാനുള്ള ഒരു ചടങ്ങുണ്ട്. ഗജ്ജ കെട്ടിയിട്ട് അവിടെ നിന്ന് ദേവരുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് അവിടുത്തെ തറവാടിൻ്റെ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ വീടിൽ ആദ്യമായിട്ട് കളിച്ചിട്ട് അതിന് ശേഷം ബാക്കി പ്രധാന ക്ഷേത്രത്തിൽ ആദ്യം പോയിട്ട് ബാക്കി വീടുകളിൽ പിന്നെ ഇറങ്ങും. അപ്പോൾ ആ തെയ്യത്തിന് കൊടുക്കുന്ന ചില രീതിയൊക്കെ ഉണ്ട്. പറഞ്ഞാൽ തടുപ്പയിൽ വെച്ചിട്ടാണ് കൊടുക്കൽ. അപ്പോൾ തടുപ്പയിൽ നെല്ലും പിന്നെ തേങ്ങയും പിന്നെ ബെത്തലടക്ക പൈസയും പിന്നെ ഉപ്പും മുളകും പുളിയും പിന്നെ കരി എന്നിവ ഏത് നമ്മൾ മനുഷ്യന്മാർ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നു ആ എല്ലാ വസ്തുക്കളെയും പറഞ്ഞാൽ ഇത് നമ്മുടെ തരക്കാരിയായിട്ടും ഇത് പിന്നെ ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾ സേവിക്കുന്ന ആഹാരം വെച്ച് തെയ്യത്തിന് കൊടുക്കുന്നു. പറഞ്ഞാൽ അതിൽ വരുന്നതായ രോഗങ്ങളെ അതിനെ ദൂരീകരിച്ച് നന്മയെ എടുത്തു കൊടുക്കുമെന്ന വിശ്വാസം. അതുപോലെ തന്നെ കളിച്ചിട്ട് കുർദി വെള്ളം പിന്നെ തിരി വെക്കാനുണ്ട്. ആ തിരിയിലാണ് ഈ സങ്കല്പിക്കുന്നത് വീട്ടുകാർ ഈ തെയ്യത്തിന് ഒരു ആരത്തിയിലാക്കിക്കൊണ്ട് ഈ ഞങ്ങൾക്ക് വീട്ടിൽ വന്നതായ എല്ലാ ഈ ആദിവ്യാധിയും രോഗങ്ങളെ ദൂരീകരിച്ച് തരണേ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ വടക്കോട്ട് വെച്ച് ചുറ്റോടും വീഴ്ത്താനുണ്ട്. അപ്പോൾ എന്ന് ചടങ്ങെല്ലാം ആക്കിക്കൊണ്ട് തെയ്യം ഇറങ്ങും. അപ്പോൾ തെയ്യത്തിന് കൊടുക്കുന്ന ഒരു ആ ദക്ഷിണൊക്കെ അതിന് ശേഷം കൊടുക്കുന്നു. അതിനുശേഷം ഞങ്ങളിപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിലെ കുമ്പളെ പ്രദേശത്തിലാണ് ഇപ്പോൾ തെയ്യം കൊണ്ടുപോയിക്കൊണ്ടുള്ളത്. ഇവിടുത്തെ ചടങ്ങ് പറഞ്ഞാൽ തെയ്യത്തിന് ഓളക്കുട പിന്നെ തിരിയിലാണ് ഉപയോഗിക്കൽ. ബാക്കി ചിലത് ഓരോരോ നാട്ടിനനുസൃതമായിട്ട് തെയ്യത്തിൻ്റെ രീതി മാറുന്നു. ചില സ്ഥലത്ത് തിരി ഉപയോഗിക്കത്തെ തുണിയിൽ എണ്ണ വെച്ച് കളഞ്ഞ തെയ്യം കൊണ്ടുവന്നു. അത് ഞങ്ങൾ ഈയുടെ സ്ഥലത്തും തിരി ഉപയോഗിച്ചിട്ട് തന്നെ
ഇവിടുത്തെ തുളുനാട്ടിൽ ആചാരപ്രകാരം തെയ്യം കൊണ്ടുവന്നു. ഇത് ഒരു സങ്കല്പം വിഷ്ണു സങ്കല്പമാണ്. അതിനുശേഷം ഞങ്ങൾ ഈ തെയ്യ എല്ലാം കഴിഞ്ഞപ്പാട് ഇത് ഒരു മാസത്തെ കർക്കിടക ഒരു മാസത്തെ തെയ്യം കൊണ്ടുപോയലാണ്. അപ്പോൾ കർക്കിടക ലാസ്റ്റ് പറഞ്ഞാൽ കർക്കിടക 30-ാം തീയതി കളഞ്ച പൂജ ചെയ്യാനുണ്ട്. കളഞ്ചേൻ്റെ രൂപദേശിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ കുറച്ച് ബൾമ്പെല്ലാക്കിക്കൊണ്ട് തെയ്യത്തിന് കെട്ടിയടിച്ചുകൊണ്ട് തെയ്യത്തോടെ തന്നെ ഒരു മരത്തിൻ്റെ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ച് കളഞ്ച പൂജ ചെയ്യാനുണ്ട്. അതിനുശേഷം തെയ്യം പിരിഞ്ഞിട്ട് തന്നെ എല്ലാ ആടെ അളക്കിയിട്ട് വരരുത്. അത് ഞങ്ങൾ ഈ എല്ലാ വീട്ടിലത്തെ ഈ നാട്ടിലത്തെ എല്ലാ തെയ്യയുടെ എല്ലാം പോയി ആ പ്രദേശത്തെ എല്ലാ ആദിയും വ്യാധിയും തെയ്യം കൊണ്ടുവന്നിട്ട് ആ തെയ്യത്തോടെ തന്നെ പൂജ ചെയ്തിട്ട് തെയ്യത്തോടെ തന്നെ അളക്കിയിടും. അത് വടക്കോട്ട് 27 കടൽ ദൂരീകരിച്ച് പോകട്ടെ പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ അതിൻ്റെ ചടങ്ങിലാക്കിയിട്ട് കൊണ്ട് അങ്ങനെ കൊണ്ടുവന്നു. ഇതുവരെ ഞങ്ങൾ ഈ ആചാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്.